6-ാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. 6-ാം ഇടം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ക്രിസ്തുമുഖം നമുക്ക് ഏറെ പരിചയമുള്ള ഒരമ്മ. മുഖമൊക്കെ ചുക്കി ചുളുങ്ങി നിൽക്കുന്ന ഈ അമ്മയെ നമുക്ക് ഏറെ ഇഷ്ടവുമാണ്. മറ്റാരുമല്ല, മദർ തെരേസ. കൊൽക്കത്തയുടെ തെരുവുകളിൽ ഒരു അഴുക്ക് ചാലിന് സമീപം ഒരു മനുഷ്യൻ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അവനൊത്തിരി മുറിവുകളുണ്ട്, വ്രണങ്ങളുണ്ട്. ഈ വ്രണങ്ങളൊക്കെയും പുഴുവരിച്ചു തുടങ്ങി. വഴിയിലൂടെ ഒത്തിരി പേര് കടന്നു പോകുന്നുണ്ട്. ഇവരാരും ഇയാളെ നോക്കുന്ന പോലുമില്ല. കാരണം ഒരു അറപ്പാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മുറിവുകൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ കാണുമ്പോൾ ആരും തന്നെ അതിനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ തലയിലാകും എന്നുള്ളൊരു പേടിയുണ്ട്. അതൊരു വലിയ പ്രശ്നം വിതയ്ക്കുമെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ആ മകനെ കണ്ടുകൊണ്ട് ആ ജനക്കൂട്ടത്തിൽ നിന്ന് അവരെയൊക്കെ പകഞ്ഞു മാറ്റി ഈ അമ്മ ഈ മകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പുഴുവരിക്കുന്ന അവസ്ഥയിലും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിലുള്ള തുണി കൊണ്ട് ഓരോരോ മുറിവുകൾ വെച്ച് കെട്ടാൻ തുടങ്ങി. അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഓരോ പുഴുവിനെ എടുത്തു മാറ്റാൻ തുടങ്ങി. അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ മുറിവുകൾ ഉണക്കാനായിട്ട് ഈ അമ്മ സഹായിക്കുകയാണ്. നമ്മൾ കാണുന്നത് 6-ാം സ്ഥലത്തിൽ വെറോനിക്കയെ പോലെ മുന്നോട്ട് വരുന്ന ഒരു ക്രിസ്തുമുഖം, മദർ തെരേസ. ആ അമ്മ നമ്മളോടും പറയുന്നത് ഇത്ര മാത്രമൊക്കെ ഉള്ളൂ. ഒരുപാട് പേര് ഇങ്ങനെ രക്തം വേർത്ത് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ തുവാലയുമായിട്ട് തുടയ്ക്കാനായിട്ടൊന്ന് വരിക. ആ തുവാല തീർച്ചയായിട്ടും നിന്റെ നന്മ കൊണ്ട് ക്രിസ്തുമുഖത്തെ ഒപ്പിയെടുക്കാനുള്ള തുവാലയാണ്. അപ്പോൾ കരുണയുള്ള പ്രവൃത്തികൾ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ക്രിസ്തു പതിപ്പിച്ചു തരുന്ന ക്രിസ്തുമുഖമാണ്. അതുകൊണ്ട് തന്നെയും ആ ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ വേണോ, ഞാൻ അവനെ സഹായിക്കണോ? വചനത്തിൽ പറയുന്നില്ലേ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. വെറോനിക്കയും പട്ടാളക്കാരെയൊന്നും ഭയപ്പെടാതെ സ്നേഹിതനായ ഈശോയ്ക്ക് വേണ്ടി ഓടിച്ചെന്ന് തുവാലയെടുത്ത് ആ രക്തത്താലും പൊടിയാലും വിയർപ്പിനാലും നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തെ ഒപ്പിയെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ നമുക്കും തോന്നാം, അറപ്പുകളൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഈ എല്ലാം തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി സമീപിക്കാനുള്ളൊരു കൃപ, എൻ്റെ കൂടെയുള്ളവൻ ക്രിസ്തുവാണെന്നുള്ള തോന്നൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവൻ്റെ മുഖം തുടയ്ക്കാനുള്ള കൃപ ഞങ്ങളിലേക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, അമ്മ തീർച്ചയായിട്ടും അന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടാകും, ലോകം രക്ഷിച്ച ക്രിസ്തുവിൻ്റെ മുറിവാണ് അന്ന് ഞാൻ വച്ച് കിട്ടിയത്. ആ ക്രിസ്തുവിനെയാണ് ഞാൻ അവനിൽ കണ്ടത്. ആ ഒരു തുവാലയിൽ പതിഞ്ഞ മുഖവുമായിട്ടാണ് അമ്മ അന്ന് കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാകുന്നത്. നമ്മളും നന്മകളാൽ നിറയാൻ, കാരുണ്യ പ്രവൃത്തികൾ അവസാനിപ്പിക്കാതിരിക്കാൻ, എന്ത് പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും അതിനെ ഭേദിക്കാനായിട്ട് അവരുടെ കണ്ണീരൊപ്പാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കൽപ്പനയെല്ലാം ലംഘിച്ചു നീ എൻ മുഖമെല്ലാം വികൃതമാക്കി. വെറോനിക്കയെപ്പോൽ എൻ മുഖം നീ തുവാലയാലെ തുടച്ചിടുക യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപ
കർത്താവെ അനുഗ്രഹിക്കണമേ. ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.